പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ അറിയാതെ സംഭവിക്കുന്ന തെറ്റുകൾക്ക് നമ്മൾ പരിഹാരം ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. ആ വീഡിയോ കണ്ട ശേഷം പല ആൾക്കാരനെ വിളിച്ചു. അതിലൂടെ ആൾ വിളിച്ചിട്ട് അദ്ദേഹത്തിന് വേറൊരു കാര്യം പറയാനുണ്ട്, വേറൊരു സംഭവം പറയാനുണ്ട് എന്ന് പറഞ്ഞ്, അതിലും രസകരമായ സംഭവം പറയാനുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം കഥ പറഞ്ഞു. ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച ഒരു പയ്യനാണ് വിളിച്ചത്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തെ പഠിപ്പിച്ച ഒരു മാഷിന് ഇവൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ആ മാഷ് ഇവനോട് ചോദിച്ചു, എനിക്ക് ഡ്രൈവിംഗ് ഒന്ന് പഠിപ്പിച്ചു തരാമോ? കാരണം ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കാനുള്ള താല്പര്യമില്ല. അപ്പോൾ ഈ പയ്യനോട് അത്ര ഇഷ്ടമായിരുന്നു, പഠിപ്പിക്കുമ്പോൾ നല്ല കമ്പനിയായിരുന്നു. എന്നോട് പഠിപ്പിച്ചു തരാമോ ചോദിച്ചു. അതിനെന്താ മാഷെ, പഠിപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഈ പയ്യൻ അവൻ്റെ കാറും എടുത്തുകൊണ്ട് ഈ മാഷെ കൊണ്ട് കുറച്ച് വിദൂരമായ സ്ഥലത്ത് പോയി ഡ്രൈവിംഗ് പഠിപ്പിച്ചു. ഏകദേശം ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് കഴിഞ്ഞപ്പോൾ ആ മാഷ് പറഞ്ഞു, ഇനി ഞാൻ വണ്ടിയെടുക്കാം. അങ്ങനെ മാഷ് വണ്ടിയെടുത്തു. വണ്ടിയെടുത്ത് ഇങ്ങനെ വന്ന് ഒരു വളവിൽ വണ്ടി ഇങ്ങനെ വളച്ചെടുത്തപ്പോൾ ഒരു ബൈക്കിനിട്ട് വണ്ടി തട്ടി. ഈ വണ്ടി തട്ടിക്കഴിഞ്ഞപ്പോൾ ഈ വണ്ടിയുടെ ഉടമസ്ഥൻ ആരാണ് എന്നറിഞ്ഞ് ആ വണ്ടിയുടെ കേടുപാട് തീർക്കാൻ വേണ്ടി ഈ മാഷും ഈ കുട്ടിയും അവിടെ എല്ലാം അന്വേഷിച്ചു. അടുത്ത് കണ്ട ആളുകളോട് ചോദിച്ചു, അടുത്ത് കണ്ട വീടുകളിൽ ചോദിച്ചു, അതിനടുത്ത് വീടുകളിൽ ചോദിച്ചു. പക്ഷേ ഈ വണ്ടിയുടെ ഉടമസ്ഥനെ കണ്ടെത്താൻ സാധിച്ചില്ല. അവർ മടങ്ങിപ്പോന്നു. അത് പിന്നെ പ്രശ്നമുള്ള കാര്യമല്ല എന്ന് ഈ പയ്യൻ ആലോചിച്ചു. പക്ഷേ ഈ മാഷ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, മാഷിൻ്റെ മനസ്സിൽ ഈ സംഭവം നിൽക്കുകയാണ്. ഇതിന് പരിഹാരം കാണണം. മാഷ് ഒരു ദിവസം ഈ പയ്യനോട് പോലും പറയാതെ ഓട്ടോറിക്ഷ എടുത്ത് ഈ പറഞ്ഞ സ്ഥലത്ത് പോയി ആ വണ്ടി നമ്പർ ഒന്ന് നോട്ട് ചെയ്തിരുന്നു. ആ വണ്ടി നമ്പർ വെച്ച് വീണ്ടും അവിടങ്ങളെല്ലാം അന്വേഷിച്ചു. അങ്ങനെ അവസാനം അദ്ദേഹം ആ ആളെ കണ്ടുപിടിച്ചിട്ട് ഈ ഉണ്ടായ സംഭവം പറഞ്ഞു ശരിയാക്കാനുള്ള പൈസ മുഴുവനും കൊടുത്ത് ആ വണ്ടി ശരിയാക്കി കൊടുത്ത ശേഷമാണ് മാഷ് പോയത്. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞത്, അദ്ദേഹം നമ്മൾ പറഞ്ഞ സംഭവത്തിൽ കേട്ടതിനേക്കാളും വലിയ സംഭവമായിട്ട് ഈ പയ്യൻ പറയുകയാണ്. അവൻ്റെ മനസ്സിൽ അത്രയും വേണ്ട ആ സംഭവം സ്വാധീനിച്ചു. ഇത് കേൾക്കുന്നത് നമ്മുടെ മനസ്സിൽ സ്വാധീനിക്കും. അങ്ങനെ ഡ്രൈവിംഗ് പഠിച്ച സമയത്താണ്, എവിടെ ഇരുന്നൊരു വണ്ടിയാണ്, കാര്യമായിട്ട് പരിക്കൊന്നുമില്ല, എങ്കിലും അത് കണ്ടെത്തി, അത് തിരുത്തി, തൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ച ആ തെറ്റിന് ഒരു പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അതിനുവേണ്ടി തന്നെ ശ്രമിച്ച ആ നല്ല മനസ്സുള്ള ആ മാഷ്. ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. അപ്പോൾ ആ നല്ല മനുഷ്യൻ്റെ, ആ നല്ല മാഷിൻ്റെ നല്ല മനസ്സിന് ഒരു നല്ല സല്യൂട്ട് കൊടുക്കുകയാണ് ഈ പയ്യൻ. വളരെ സന്തോഷത്തോട് പറഞ്ഞ ആ സംഭവം, ആ മാഷ് ചെയ്ത ആ നന്മ പ്രവൃത്തി ഇന്നും ആ പയ്യൻ മുതിർന്നു, വലിയ ആളായി, എന്നിട്ടും ആ പയ്യൻ്റെ മനസ്സിൽ അധികം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ എത്ര കണ്ടാണ് ഓരോ കുട്ടികളെ സ്വാധീനിക്കുന്നത്. നല്ലൊരു അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സ് ആ കുട്ടി ഇന്ന് നന്ദിയോടെ ഓർക്കുന്നു. വളരെ മനോഹരമായ ഈ സംഭവം എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. താങ്ക് യു.